നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ കോരൻ. ഇന്ന് ന്യൂ ഇയറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ന്യൂ ഇയറിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ന്യൂ ഇയർ മെസ്സേജ് തരാമെന്ന് തന്നെ ഞാൻ ആലോചിക്കുകയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എവറി ന്യൂ ഇയർ അല്ല, എവറി ഡേ, എവറി ടൈം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും എവറി ഡേ ഇൻ എവറി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എങ്ങനെയായിരിക്കണം. എല്ലാ ദിവസവും എല്ലാ രീതിയിലും ഞാൻ ഏറ്റവും നല്ല രീതിയിലേക്ക് പ്രോഗ്രസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു ക്രമവും അത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എ റിന്യൂഡ് യു എന്ന് പറയുന്നതാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഞാനെന്ന് പറയുന്നത്. അത് നമ്മളായിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫീലാണ്. നമ്മൾ പറയുന്നത് എൻ്റെ സ്വകാര്യ അഹങ്കാരമാണെന്നൊക്കെ പറയുന്നത് പോലെ മൈ ലൈഫ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ആൻഡ് മൈ ലൈഫ് ഇസ് മൈ പ്രൈഡ്. അതെപ്പോഴും നമ്മൾ കൂടത്തിൽ കൊണ്ട് നടക്കേണ്ട, എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു എ പേഴ്സൺ ഹൂ ഇസ് ബോൺ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾ ജീസസ് ജീവിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കണം, വീണ്ടും 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 ജനിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ ഒരു വ്യക്തിക്കും തിരിച്ച് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഒരു വ്യക്തിയായിട്ട് വീണ്ടും വീണ്ടും ജനിക്കാനുള്ള കേപ്പബിലിറ്റി തന്നാണ് ഈ ലോകത്തിലേക്ക് നമ്മുടെ സൃഷ്ടാവ് വിട്ടിരിക്കുന്നത്. യൂണിവേഴ്സ് ഹാസ് ഗോട്ട് ലോഡ് ഓഫ് സച്ച് വണ്ടർഫുൾ തിങ്സ് സ്റ്റോർഡ് ഇൻ അവർ ഹെഡ്, ഇൻ അവർ സിസ്റ്റം. നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഈ സിസ്റ്റത്തിനകത്ത് ഇതെല്ലാം തന്നു വിട്ടിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബ്രെയിൻ ഡൈ ചെയ്ത് പോവുകയാണ് ആസ് വി ഗ്രോ ഓൾഡർ. ബട്ട് എവറി ടൈം വെൻ യു ആർ ഡൂയിങ് എ ന്യൂ തിങ്, എ ന്യൂ ലേണിംഗ്, ഒരു ചേഞ്ച്ഡ് യു ആകുമ്പോൾ, ഒരു റിന്യൂഡ് യു ആകുമ്പോൾ യുവർ ബ്രെയിൻ സെൽസ് ആർ റീജനറേറ്റഡ്. അപ്പം ദ ബ്രെയിൻ ഈസ് കോൺസ്റ്റന്റ്ലി അണ്ടർ കൺസ്ട്രക്ഷൻ. നമ്മുടെ ലൈഫ് എപ്പോഴും പുതുമകളോടെ ജീവിതം ബിൽഡ് ചെയ്ത് പോകാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള കുറേ ബ്രെയിൻ സെൽസുകളെയും ന്യൂറോൺസിനെയും സെറ്റ് ചെയ്ത് തന്നിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരേപോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ സാഹചര്യങ്ങളും പുതിയ പുതിയ ലേണിങ്ങിനും പുതിയ പുതിയ ചേഞ്ചസും ഈ ലോകത്തിൽ സംഭവിക്കുന്നതനുസരിച്ച് അങ്ങനെ ചേഞ്ച് ചെയ്ത് നല്ല കോൺഫിഡൻസോടുകൂടി സ്ട്രോങ് ആയിട്ട് ജീവിക്കാനുള്ള വ്യക്തികളായിട്ട് മാറാനുള്ള കേപ്പബിലിറ്റീസ് നമ്മളിലുണ്ട്. അതിനുള്ള എല്ലാ സിസ്റ്റവും നമ്മളിലുണ്ട്. സിസ്റ്റം ഉണ്ടായാൽ പോരാ, അത് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, യൂസ് ചെയ്യാൻ അറിയണം നമ്മൾ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ബോൺ അഗെയിൻ ആകണമെങ്കിൽ, ഒരു റിന്യൂഡ് ഞാൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ, എവറി ഡേ ആൻഡ് എവറി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ള, എവറി മൊമെന്റിൽ എനിക്ക് ബെറ്റർ ആകണം എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ബിലീവ്സിലേക്കാണ്. ചെറുപ്പകാലം മുതൽ നമ്മളിലേക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും, അതായത് നമ്മൾ കോൺഷ്യസ്ലി ചെയ്തതും സബ്ലിമിനൽ മെസ്സേജസ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറിയിട്ടുമായിട്ടുള്ള വളരെയേറെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നോക്കണം, ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ ആഹാരം കഴിക്കണം, ഇങ്ങനെ സംസാരിക്കണം, ഇന്ന രീതിയിലായിരിക്കണം പെരുമാറുക, എല്ലാ കാര്യങ്ങളും ഇറ്റ് ഹാസ് ബീൻ ലേൺഡ്. അത് നമ്മുടെ തലയിലേക്ക് ഇട്ട് തന്നിരിക്കുന്ന, അങ്ങനെ നമ്മുടെ തലയിൽ ന്യൂറൽ കണക്ഷൻസിന്റെ ന്യൂറൽ പാത്ത് വേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് തലവരകൾ, നമ്മുടെ തലകളിൽ നമ്മുടെ ന്യൂറോളജിക്കൽ ഡിസൈൻ, നമ്മുടെ ന്യൂറൽ ഡിസൈൻസ് നമുക്ക് വിളിക്കാം അതിലേക്ക് നമ്മളെ വരച്ച് തന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മളായിട്ട് ചേഞ്ച് ചെയ്യണം. ഒരു അഡൾട്ടായി കഴിയുമ്പോൾ വി കാൺ ബ്ലെയിം എനി വൺ എൽസ്. നമ്മളെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അത് തന്നു, ഇത് തന്നു. അതുകൊണ്ടാണ് നമ്മുടെ സൃഷ്ടാവ് നമുക്ക് തന്നിരിക്കുന്നത് ആ രീതിയിലൊരു സിസ്റ്റത്തെ. നിനക്ക് ചേഞ്ച് ചെയ്യാം, നീ ഒന്നിനെ പറ്റിയും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടോ ബഹളം വെച്ചുകൊണ്ടോ ഇരിക്കേണ്ട കാര്യമില്ല. അതുപോലൊരു സിസ്റ്റത്തെയാണ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ന്യൂറോളജിക്കൽ ആ ന്യൂറൽ പാത്ത് വേസിനെ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബ്രെയിനെ ഏത് രീതി വേണേലും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം, അതിനകത്ത് കറക്റ്റായിട്ടുള്ള ലേണിങ്ങുകൾ കൊടുത്തുകൊണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന, സബ് കോൺഷ്യസിലേക്ക് കയറുന്ന ഓരോ മെസ്സേജും നമ്മുടെ ബിലീവ്സ് ആയിട്ട് അവിടെ കിടക്കും. അപ്പൊ ബിലീവ്സിലേക്ക് പുതിയ ഇൻഫോർമേഷൻസ് വന്ന് കണക്ട് ചെയ്യുമ്പോൾ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ബിലീവ്സ് കറക്റ്റ് ആക്കിയില്ലെങ്കിൽ എൻ്റെ തിങ്കിങ് കറക്റ്റായിട്ട് വരത്തില്ല. സോ വെൻ ഐ കറക്റ്റ് മൈ ബിലീവ്സ്, മൈ തിങ്കിങ് ബിക്കംസ് കറക്റ്റ്. ആൻഡ് വെൻ മൈ തിങ്കിങ് ബിക്കംസ് കറക്റ്റ്, my decision becomes correct. And when my decision becomes correct,
my actions becomes correct. And when my actions become correct, the result will obviously become correct, and I'm having a good result in my life, and I'm being happy. അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തെടുക്കേണ്ട പ്രോസസ്സാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ലേണിംഗ് പാത്വേസിനെ, നമ്മുടെ ഓൾഡ് ബിലീവ്സ് ഇപ്പോഴും ജീവിക്കുന്ന ജീവിതകാലവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളതാണോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ പലരും ജീവിക്കുന്നത് എത്രയോ വർഷങ്ങൾ മുമ്പുള്ള ബിലീവ്സുമായിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ അവർക്കൊരു 25-26 ഇയേഴ്സ് പ്രായമുണ്ടായിരിക്കാം. ഇനി ആ ഒരു 26 ഇയേഴ്സിൽ അവർ നിങ്ങൾക്ക് ജന്മം തന്നിട്ട് നിങ്ങളെ വളർത്തുമ്പോൾ അവരെന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നതും ആ കാലഘട്ടത്തിൽ എന്താണോ പ്രാക്ടിക്കലായിട്ടുള്ളതും ഒക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് പകർന്നു തരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു 25-26 ഇയേഴ്സിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ യു ആർ കുറേ ഇങ്ങോട്ട് എഹഡായിപ്പോയി. പല ചേഞ്ചസും പല കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കൾച്ചറിലും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളൊരു ഗ്ലോബലൈസ്ഡ് കൾച്ചറിലാണ്. പണ്ട് നമുക്കൊരു ഗ്ലോബലൈസ്ഡ് കൾച്ചർ ചിന്തിക്കാനേ പറ്റില്ല. ഒരു 50 ഇയേഴ്സ് ബാക്ക്, അല്ലെങ്കിൽ വേണ്ട ഒരു 30-40 ഇയേഴ്സ് ബാക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബട്ട് ടുഡേ വി ആർ ഇൻ എ ഗ്ലോബലൈസ്ഡ് കൾച്ചർ. ഗ്ലോബൽ ബ്രാൻഡ്സുകൾ നമ്മുടെ കൺട്രീസിലേക്ക് വരുന്നു. അപ്പം മിനിസോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വിച്ച് വാസ് ഓൺലി ഇൻ ദുബായ്, മൈ കിഡ്സ് വെയർ സോ എക്സൈറ്റഡ്. എൻ്റെ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മിനിസോ എന്ന് പറയുന്ന ബ്രാൻഡ് ഇവിടെ തിരുവല്ലയിൽ ഓപ്പൺ ആയിരിക്കുന്നു, കോട്ടയത്ത് ഓപ്പൺ ആയിരിക്കുന്നു. ബ്രാൻഡുകൾ, വേൾഡിലുള്ള പല ബ്രാൻഡുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരും. ഈ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വി ആർ ഇൻ എ ഗ്ലോബലൈസ്ഡ് കൾച്ചർ. അപ്പോൾ ഈ 25-26 ഇയേഴ്സ് അല്ലെങ്കിൽ 30 ഇയേഴ്സ് മുമ്പുള്ള കുറേ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഐ നീഡ് ടു ചേഞ്ച്. ഹൗ ടു മേക്ക് ചേഞ്ച് പോസിബിൾ? ഓൺലി വൺ വേ. ചേഞ്ച് യുവർ ബിലീവ്സ് ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ തോട്ട്സ്. Change your thoughts, it will change your decisions. Change your decisions so that it will change your actions, and the changed action will give you a changed result. അപ്പോൾ ഈ രീതിക്ക് നമ്മളെ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും റീബിൽഡ് ചെയ്യാനും റീഡിസൈൻ ചെയ്യാനും റീകൺസ്ട്രക്ട് ചെയ്യാനും നമുക്ക് പറ്റണം. നമ്മളിൽ ഫങ്ഷനിങ് അല്ലാത്ത, നമുക്ക് പ്രശ്നങ്ങൾ തരുന്ന, പ്രോബ്ലം തരുന്ന ന്യൂറൽ പാത്വേസിനെ എല്ലാം മായ്ച്ചു കളയാനും പുതിയ പുതിയ പാത്വേസിനെ നമ്മൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാനുമുള്ള കപ്പാസിറ്റി നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തലവരകളെ കൊണ്ട്, ന്യൂറൽ കണക്ഷൻസ് കൊണ്ട്, ന്യൂറൽ പാത്വേസ് കൊണ്ട് നമ്മൾ ഏറ്റവും വെൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ന്യൂറൽ ഡിസൈൻ ആയിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അതിനകത്തുള്ള ഡാമേജസിനെ എല്ലാം മാറ്റിക്കൊണ്ട് ഏറ്റവും നല്ല ഡിസൈനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ ജീവിതത്തെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിൻ്റെയും അവസാനം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ന്യൂ ഇയറിൽ നിങ്ങൾ വലിയൊരു ഡിസിഷൻ എടുക്കണം. ഒരു കാരണവശാലും ഒരിക്കലും യു വിൽ നോട്ട് അബ്യൂസ് യുവർ സെൽഫ് എന്നുള്ളത്. നിങ്ങൾ ആരെയും അബ്യൂസ് ചെയ്യാൻ പാടില്ല, നിങ്ങളെ ആരും അബ്യൂസ് ചെയ്യാനും അനുവദിക്കാൻ പാടില്ല, നിങ്ങളായിട്ട് നിങ്ങളെ സെൽഫ് അബ്യൂസ് ചെയ്യാനും പാടില്ല. ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ന്യൂ ഇയറിൽ എടുക്കേണ്ട ഒരു കാര്യമാണ് മൈ ലൈഫ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ആൻഡ് മൈ ലൈഫ് ഇസ് മൈ പ്രൈഡ്. അതുപോലെ തന്നെ സെൽഫ് ലവ് ഞാൻ പ്രാക്ടീസ് ചെയ്യും എന്നുള്ളതും നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ ലൈഫ് ഈ ന്യൂ ഇയറിൽ, ഈ 2025 ഏറ്റവും നല്ല ഡിസിഷൻസും ഏറ്റവും നല്ല ബിലീവ്സും ഏറ്റവും നല്ല തോട്ട്സും ഏറ്റവും നല്ല ആക്ഷൻസും ഏറ്റവും നല്ല റിസൾട്ടും നിങ്ങൾക്ക് തരട്ടെ. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവായിട്ട് ജീവിക്കാൻ നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.